ടേം സ്ട്രക്ചറിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞോളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിലെ ആറ്റത്തിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറഞ്ഞു അല്ലേ. തുടക്കം മുതൽ അവസാനത്തെ ഒരു ഇക്കാല ആറ്റത്തിൻ്റെ ആദ്യത്തെ കോൺസെപ്റ്റ് മുതൽ ഇക്കാല അളവ് വരെയുള്ള സമയങ്ങളിൽ ആറ്റത്തിനെ കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആറ്റം ഇൻഡിവിസിബിൾ ആണ് എന്നുള്ള 2000 വർഷത്തോളം പഴക്കമുള്ള ആ ആശയത്തിനെ ജെ തോംസൺ കടപുഴക്കിയത് എങ്ങനെയാണ്. അതായത് ആദ്യത്തെ സബറ്റോമിക് പാർട്ടിക്കിളായിട്ടുള്ള ഇലക്ട്രോൺസിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ പരീക്ഷണത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പുതിയ ടേമാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ്. ആ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒരുപാടെണ്ണമുണ്ട്. അതിൽ ആദ്യത്തെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ എങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് ഓർ ഇലക്ട്രോൺ. ഓക്കെ. അപ്പൊ കണ്ടുപിടിച്ച ആളെ നമുക്കറിയാം, അയാളുടെ പേരാണ് ജെ തോംസൺ. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ് ഈ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്ത ആളല്ല ആര്? ജെ തോംസൺ. അത് അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഗീസ്ലർ, അതേപോലെ ജൂലിയസ് പ്ലക്കർ, വില്യം കോക്സ് തുടങ്ങിയ ആൾക്കാരൊക്കെ അത് ഇവിടെ അത് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതിൽ വില്യം ക്രോക്സ് ആണ് ആദ്യമായിട്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കാഥോഡ് റേസ് എന്ന് പറയപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു റേസിനെ കണ്ടെത്തിയത് അല്ലെ. കാഥോഡ് റേസിനെ കണ്ടെത്തുന്നത് വില്യം ക്രോക്സ് ആണ്. പക്ഷെ വില്യം ക്രോക്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്താനോ അതിലുള്ള പാർട്ടിക്കിൾസിനെ കണ്ടെത്താനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ചെയ്ത അതേ എക്സ്പെരിമെന്റ് ജെ തോംസൺ റിപ്പീറ്റ് ചെയ്യാണ്. അതിൽ നിന്നും അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാം. തുടങ്ങിയാലോ? അപ്പോ ജെ തോംസൺ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്താണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റൽ സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. നീളമുള്ളൊരു ഗ്ലാസ് ട്യൂബ്, കേൾക്കണേ, നീളമുള്ളൊരു ഗ്ലാസ് ട്യൂബ്, അതാണ് ഡിസ്ചാർജ് ട്യൂബ്. ഓക്കെ, ഡിസ്ചാർജ് ട്യൂബ്, ഇതാണ് നമ്മുടെ നീളമുള്ള ഗ്ലാസ് ട്യൂബ്. കണ്ടല്ലോ മക്കളെ? ഇനി ഈ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഇലക്ട്രോഡുകൾ, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ രണ്ട് ഇലക്ട്രോഡുകൾ, മെറ്റാലിക് ഇലക്ട്രോഡ്സ്, അതിനെ ഹൈ വോൾട്ടേജ് സോഴ്സുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈ വോൾട്ടേജ് സോഴ്സുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പോസിറ്റീവ്, നെഗറ്റീവ് വോൾട്ടേജ് സോഴ്സിന്റെ രണ്ട് ടെർമിനലാണ്. ഇത് രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ്, ഇത് ഗ്ലാസ് ട്യൂബ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ലോ പ്രഷറിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യാം. ആ ഗ്യാസിന്റെ പ്രഷർ എന്താ പറയാ, ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു വാക്വം ട്യൂബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാക്വം പമ്പ്, വാക്വം ട്യൂബ്, ഇത് അതിന്റെ വാൽവാണ്. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള പ്രഷർ, ഗ്യാസിന്റെ പ്രഷർ എന്താ പറയാ, റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ കുഞ്ഞോളെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ലോ പ്രഷറിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ദിസ് ഇസ് നെഗറ്റീവ് ടെർമിനൽ ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് ടെർമിനൽ.
അപ്പോൾ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണ്, വിച്ച് ഈസ് കോൾഡ് കാഥോഡ്. ഓക്കെ, ഇത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോഡ്, വിച്ച് ഈസ് ദി പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ദാറ്റ് ഈസ് ആനോഡ്. ഓക്കെ, അപ്പൊ ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഇത്രയാണ് എക്സ്പെരിമെന്റൽ സെറ്റ്. അപ്പൊ ലോ പ്രഷറിൽ ഫില്ല് ചെയ്ത ഗ്യാസിലേക്ക് കൂടി ആക്ച്വലി എക്സ്പെരിമെന്റിന്റെ എയിം എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കണ്ടുപിടിക്കുക എന്നുള്ളതൊന്നും അല്ല, അത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഗ്യാസിലേക്ക് കൂടിയിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കുന്നുണ്ടോ, ഗ്യാസിലേക്ക് കൂടിയിട്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇവർ നടത്തുന്നത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ ലോ പ്രഷർ ആദ്യം ഹൈ പ്രഷറിൽ ഗ്യാസ് ഫില്ല് ചെയ്തു, അപ്പൊ എന്തായെന്ന് അറിയോ, ഈ പിന്നെ വോൾട്ടേജ് സോഴ്സ് ഓൺ ആക്കുമ്പോൾ അതിലേക്ക് കൂടിയിട്ട് കറണ്ടിന്റെ പാസേജ് നടക്കുന്നില്ല. ഗ്യാസിലേക്ക് കൂടിയിട്ടുള്ള കറണ്ട് പോകുന്നതിനാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. യാതൊരു തരത്തിലുള്ള ഡിസ്ചാർജും ഇല്ല. അങ്ങനെ പ്രഷർ കുറച്ചുകൊണ്ട് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പ്രഷറിലേക്ക് എത്തുമ്പോൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കൂടിയിട്ട് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, കറണ്ട് പോകാൻ തുടങ്ങി. അതെങ്ങനെയാ മനസ്സിലായത്, എങ്ങനെ അറിയാവോ, ഈ ലോ പ്രഷറിൽ ശ്രദ്ധിക്കണം, ലോ പ്രഷറിൽ ഒരു പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള ചില റേസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ചില റേസ് കിരണങ്ങൾ പുറപ്പെടുന്നതായിട്ട് കണ്ടു, മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആര്? ജെ തോംസൺ. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന്, അതായത് കാഥോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക്, അതായത് ആനോഡിലേക്ക് ചില റേസ് എമിറ്റ് ചെയ്യപ്പെടുന്നു when the gas is at a particular pressure which is a low pressure. ഓക്കെ, അപ്പോൾ ഹൈ വോൾട്ടേജ് ഈ ലോ പ്രഷറിൽ എടുത്തിട്ടുള്ള ഗ്യാസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഗ്യാസിലേക്ക് കൂടിയിട്ട് ചില റേസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഈ റേസിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേസ്. ഓർമ്മിക്കണം, കാഥോഡ് റേസ് കണ്ടെത്തിയത് ജെ തോംസൺ അല്ല. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജെ തോംസന്റെ എക്സ്പെരിമെന്റ് ആണ്. ജെ തോംസന്റെ എക്സ്പെരിമെന്റിൽ അദ്ദേഹം കാഥോഡ് റേസിനെ കണ്ടെത്തിയതല്ല പറഞ്ഞത്, കണ്ടു. ഇതിനു മുമ്പും കണ്ടെത്തിയ ആൾക്കാരുണ്ട്. ഓക്കെ, കാഥോഡ് റേസിനെ അദ്ദേഹം കണ്ടു. എന്തുകൊണ്ട് കാഥോഡ് റേസ് എന്ന് പറയുന്നു? കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നതായതുകൊണ്ടാണ്, കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പോകുന്നത് കൊണ്ടാണ് അവർ കാഥോഡ് റേസ് എന്ന് പറയുന്നത്. Okay, so cathode rays are the invisible rays. Cathode rays are the rays which are coming from the cathode and moving to the anode when a gas at low pressure is subjected to high voltage. Okay, low pressure എടുത്തിട്ടുള്ള ഗ്യാസിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് മൂവ് ചെയ്യപ്പെടുന്ന ചില പ്രത്യേക തരത്തിലുള്ള കിരണങ്ങളാണ്, റേസ് ആണ്, റേഡിയേഷൻസ് ആണ് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം ജെ തോംസൺ ഇതിന്റെ കുറെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തു. കേൾക്കണേ, കാഥോഡ് റേസിന്റെ ചില പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തു. അത് വില്യം കോപ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറയാൻ പോകുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വില്യം കോപ്സും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യാം. തൽക്കാലം നമുക്ക് ജെ തോംസൺ ചെയ്ത കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം കണ്ടെത്തിയ കാഥോഡ് റേസിന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ആ പ്രത്യേകതകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. നന്നായി ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് തന്നെ പോണം കേട്ടാ. പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്, കാഥോഡ് റേസിന്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, കാഥോഡ് റേസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് എത്തുന്നതിന്റെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. അവർ ഒരിക്കലും കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പോകുന്ന സമയത്ത് സിക്സാഗ് പാത്തിലോ ഇറഗുലർ പാത്തിലോ പോകുന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്താ പറയാ, കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്തു എന്ന് മനസ്സിലായത് എങ്ങനെ, അതൊന്നും നമ്മളിപ്പോ പറയാൻ പോകുന്നില്ല. നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് മാത്രമേ പറയുന്നുള്ളൂ. ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അത് ശരിക്കും കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാവേ, അന്ന് എന്താ പറയാ, ആവശ്യമുള്ളവർക്ക് അത് ഗുണം ചെയ്യും. നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, കാഥോഡ് ആനോഡ്. വിചാരിക്കും അവിടെ കാഥോഡ് ഉണ്ട്, ഇവിടെ ആനോഡ് ഉണ്ട്. കാഥോഡ് ആനോഡ്. അദ്ദേഹം ഈ ഗ്ലാസിന്റെ ഉള്ളിൽ
ഒരു ഒരു ഇതാ ഈ ആകൃതിയിലുള്ള ഒരു മെറ്റീരിയൽ വെച്ച്, അതായത് കാഥോഡ് റേസ് മൂവ് ചെയ്യുന്ന പാത്തിൽ ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ചു. എന്നിട്ടുണ്ടല്ലോടാ ഈ ആനോഡിലേക്കാണല്ലോ ഇവർ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത്. ആനോഡില് ശ്രദ്ധിക്കണം, ഒരു ഫ്ലൂറസെന്റ് പാർട്ടിക്കിൾ, ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് കോട്ട് ചെയ്തു. ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത ചില വസ്തുക്കൾ വന്നിട്ട് അവിടെ ഇടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഷൈനിങ് ഇഫക്റ്റ് ഉണ്ടാവും. ചില റേഡിയേഷൻസ് വന്നിട്ട് ഇടിക്കുന്ന സമയത്ത് അവിടെ ഷൈനിങ് ഇഫക്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള പാർട്ടിക്കിൾ സബ്സ്റ്റൻസ് കോട്ട് ചെയ്തതാണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ, ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഓക്കെ, അപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? ഈ സ്ക്രീനില് ഇതിന്റെ ഒരു ഷാഡോ ഫോം ചെയ്തു. ഇതാണ് സ്ക്രീൻ എന്ന് വിചാരിക്കുക, ഇതാണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായാലും ആ സ്ക്രീൻ ഇത് എവിടെയാ വെച്ചിട്ടുള്ളത്? ആനോഡിൽ. ആ സ്ക്രീനിൽ ഇതിന്റെ ഷാഡോ ഫോം ചെയ്തു. അതായത് ഇത് ഈ ഭാഗത്തെല്ലാം നല്ല ഗ്ലോയിങ് ഉണ്ട്, ഈ ഭാഗത്തല്ല, ഇത്രയും ഭാഗത്ത് നല്ല ഷൈനിങ്, ഈ ഭാഗത്ത് ഷൈനിങ് ഇല്ല. ഇതിന്റെ ഷാഡോ റീജിയൻ ആണ് ഇത്. അതിന്റെ മീനിങ് എന്താ? ഇതിലെ കാഥോഡ് റേസ് പാസ് ചെയ്യുന്ന വഴിക്കാണല്ലോ നമ്മൾ ആ സബ്സ്റ്റൻസിനെ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായി? കാഥോഡ് റേസ് ഇവിടെ തട്ടും, ഈ സബ്സ്റ്റൻസ് തട്ടുന്നു, തട്ടിയിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. അതിന്റെ അപ്പുറത്തേക്ക് പോയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഷൈനിങ് ഉണ്ടാകുമായിരുന്നില്ലേ? അതേസമയം ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടിയിട്ടും ഇതിന്റെ താഴ്ഭാഗത്ത് കൂടി പോകുന്ന കാഥോഡ് റേസ് ആണ് ഇവിടെ ഷൈനിങ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആക്ച്വലി കാഥോഡ് റേസ് സ്ട്രൈറ്റ് ലൈനിൽ അല്ലാതെ ഇതിലെ കൂടി പോകുന്ന കാഥോഡ് റേസ് ഇതിലെ കൂടി തട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നെങ്കിൽ, അതിലെ കൂടി തട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെ കൂടി പോകുന്ന കാഥോഡ് റേസ് ഇങ്ങനെയെല്ലാം മൂവ് ചെയ്യുമായിരുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും, ശ്രദ്ധിക്കണേ, എല്ലാ സ്ഥലത്തും ഷൈനിങ് ഉണ്ടാകുമായിരുന്നു അല്ലേ? ഇവിടെ നൂറുകണക്കിന് കാഥോഡ് റേസ് എമിറ്റ് ചെയ്യുന്നു, അവരിത് ഇറഗുലർ ഷേപ്പിൽ സിക്സാഗ് പാത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു എങ്കിൽ ഇവിടെ എല്ലാ ഭാഗത്തും ഷൈനിങ് ഉണ്ടാകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ പാർട്ടിക്കിളിന്റെ, ഈ സബ്സ്റ്റൻസിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു ഷാഡോ അവിടെ കാണപ്പെട്ടു. അതിൽ നിന്ന് മനസ്സിലായി കാഥോഡ് റേസ് ഇറഗുലർ ആയിട്ടുള്ള പാത്തിലല്ല പോകുന്നത്, സിക്സാഗ് ആയിട്ടുള്ള പാത്തിലല്ല പോകുന്നത്, അവർ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാഥോഡ് റേസിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. കാഥോഡ് റേസിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി കേൾക്കണേ. ഈ കാഥോഡ് റേസ് പോകുന്ന വഴിക്ക് ഒരു കറങ്ങാൻ പറ്റുന്ന ഒരു വീല് വെച്ച്, വീല് അപ്പൊ എന്തായാലും അറിയാവോ, ഈ വീല് കറങ്ങാൻ തുടങ്ങി. വീല് കറങ്ങണമെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും വന്നിട്ട് ഇടിക്കണം, ഇടിച്ചാലല്ലേ അത് കറങ്ങത്തുള്ളൂ. അവിടെ ആരെയും പിടിക്കാനത് റേസ് അല്ലേ പോകുന്നത്. റേസ് പിടിക്കുന്ന സമയത്ത് കറങ്ങാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുണ്ട്, നോക്കുക, ഇവിടെ ലൈറ്റ് സോഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് സോഴ്സിന്റെ താഴെ ഞാനൊരു പമ്പരം വെച്ച് കഴിഞ്ഞാൽ പമ്പരം കറങ്ങുക, ആ വീല് കറങ്ങുക? ഇല്ല. എന്താ അതിന്റെ അർത്ഥം? എന്താ? ഇവിടെ മാസുള്ള പാർട്ടിക്കിൾ വന്നിട്ട് ഇടിക്കുന്നില്ല, അതുകൊണ്ട് അത് കറങ്ങുന്നില്ല. അതേ സമയം ഇവിടെ വെച്ചിട്ടുള്ള വീല് കറങ്ങാൻ തുടങ്ങി. വീല് കറങ്ങണമെങ്കിൽ ആ വീലിലേക്ക് മാസുള്ള വസ്തുക്കൾ വന്നിട്ട് ഇടിക്കണം. അവിടെ ഇടിക്കാൻ ആരാളുള്ളത്? അവിടേക്ക് ഇടിക്കുന്നത് കാഥോഡ് റേസേ പഠിക്കുന്നുള്ളൂ. അപ്പൊ കാഥോഡ് റേസ് ഇടിക്കുമ്പോൾ ആ വീല് കറങ്ങുന്നുണ്ടെങ്കിൽ നിസ്സംശയം പറയാം കാഥോഡ് റേസ് സാധാരണ രീതിയിൽ ഒരു എന്താ പറയാ കിരണം എന്ന് മാത്രമല്ല, സാധാരണ ഒരു ലൈറ്റ് റേ പോലുള്ളതല്ലാതെ അതിലെന്തുണ്ട്? കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ്, ഒരുപാട് പാർട്ടിക്കിൾസ്, മാസുള്ള പാർട്ടിക്കിൾസ് ഒന്നിന്റെ ബാക്കിൽ ഇങ്ങനെ ഒന്നായിട്ട് പോകുന്നതാണ് ആക്ച്വലി കാഥോഡ് റേസ് ആയിട്ട് കാണുന്നത്. ഒരുപാട് പാർട്ടിക്കിൾസ് ഒന്നിന്റെ ബാക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നതാണ് റേസ് ആയിട്ട് കാണുന്നത്. അതായത് ഓരോ കാഥോഡ് റേസിലും ഒരുപാട് മാസുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് കാഥോഡ് റേസ് കൺസിസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. എന്താണ്? കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്.
മെറ്റീരിയൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മാസ് ഉള്ള പാർട്ടിക്കിൾസ്. ഓക്കെ അല്ലേ? അപ്പൊ കാഥോഡ് റേസിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത് കണ്ടെത്തി. കാഥോഡ് റേസിൽ എന്തുണ്ട്? മാസ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അടുത്തത് ഇതെന്താക്കിയെന്ന് അറിയോ ഇദ്ദേഹം? ഈ കാഥോഡ് റേസ് മൂവ് ചെയ്യുന്ന ഈ പാത്തിലുണ്ടല്ലോ മക്കളെ, ഈ ആനോഡിന്റെ ഭാഗത്ത് ഒരു സ്ക്രീൻ വെച്ചു. ഈ ഭാഗത്ത് ഒരു സ്ക്രീൻ വെച്ചു. ഏത്? ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് പ്ലേറ്റ്. ഓക്കെ. എന്നിട്ട് ഇതിന്റെ രണ്ട് ഭാഗത്തായിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. എന്തുവാ? ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. അത്ര തന്നെ. രണ്ട് പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഈ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും ഈ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇതിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്തായെന്ന് അറിയാവോ? ഇപ്പൊ നേരത്തെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കാഥോഡ് റേസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടായത്. ശരിയല്ലേ? അല്ലെ? ഇനിയിപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഈ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ഷൈനിങ്. അതിന്റെ അർത്ഥം എന്താ? കാഥോഡ് റേസ് ഇങ്ങനെ വളഞ്ഞു പോകുന്നു. അതെന്താ പ്രത്യേകത? അവിടെ എന്താ പ്രത്യേകത? ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടേക്ക് വളയണമെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിലേക്ക് അട്രാക്ട് ചെയ്യുന്നവരായിരിക്കണം ഇതിലുള്ള പാർട്ടിക്കിൾസ്. ഇതിൽ പാർട്ടിക്കിൾസ് ഉള്ളത് നമുക്ക് മനസ്സിലായി. ആ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഷൈനിങ് ഉണ്ടാകുന്നത്. പോസിറ്റീവ് ചാർജിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതിലുള്ള പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാവണം. ഓക്കെ. അതായത് സാധാരണ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ അല്ല ഇതിലുള്ളത്, കാഥോഡ് റേസിലുള്ളത്. കാഥോഡ് റേസിലുള്ളത് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ്. ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ്. So cathode rays consisting of material particles, that material particles have negative charge. അതെങ്ങനെ മനസ്സിലായി? അത് അടുത്ത പോയിന്റ് ആയിട്ട് ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? cathode rays deflected towards the positive plate of electric field. എന്താണ്? cathode rays deflected towards the positive plate of the electric field, which indicates that these cathode rays consisting of negative charges. Negative charges. Okay. ഈ ഇലക്ട്രിക് ഫീൽഡ് മാറ്റിയിട്ടുണ്ടല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് അപ്പുറത്ത് അപ്ലൈ ചെയ്യുക എന്നർത്ഥം. ഓക്കെ. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വർഷം +2 പഠിക്കുന്നുണ്ട് കേട്ടോ, ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നൊക്കെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോ എന്ത് കണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ ചാർജിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്, അതും നമ്മൾ അടുത്ത വർഷം പഠിക്കും. എവിടെയെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടും. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് കയറി വന്നാൽ ഉടനെ തന്നെ അതിന്റെ പാത്ത് മാറും. അത് സർക്കുലർ പാത്ത് ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ. അതായത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ചാർജിന്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കും. അത് പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് ചാർജ് പോവുക. പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലല്ല നെഗറ്റീവ് ചാർജിന്റെ മൂവ്, ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ. എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചാർജുള്ള പാർട്ടിക്കിളിന് ഡീവിയേഷൻ ഉണ്ടാവും, ചാർജ് ഇല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ ഒന്നാമത്തേൽ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നത് മനസ്സിലായി. രണ്ടാമത്തേൽ ആ പാർട്ടിക്കിൾസിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. മൂന്നാമത്തേല് ആ മാസുള്ള പാർട്ടിക്കിളിന് ചാർജ് ഉണ്ട്, ആ ചാർജ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ആ ചാർജ് നെഗറ്റീവ് ആണെന്ന് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാവാ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റ് വെക്കുക, ഒരു യു ഷേപ്പിലുള്ള മാഗ്നറ്റ് വെച്ചു. എന്താണ്? യു ഷേപ്പിലുള്ള മാഗ്നറ്റ് വെച്ചു. ഇതാണ് ഗ്ലാസ് ട്യൂബ് എന്ന് വിചാരിക്കുക. അവിടെ ഇതെങ്ങനെ യു ഷേപ്പിലുള്ള മാഗ്നറ്റ് വെച്ചു. ആ യു ഷേപ്പിലുള്ള മാഗ്നറ്റിന്റെ ഒന്ന് നോർത്ത് ആണ്, മറ്റേത് സൗത്ത് ആണ്. നോർത്ത് സൗത്ത്. ഓക്കെ. അപ്പോ അവിടെ എന്തായി? ഈ ചാർജുള്ള പാർട്ടിക്കിൾസ്, അതായത് കാഥോഡ് റേസ് ഇവിടേക്ക് എത്തുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യപ്പെട്ടു. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യപ്പെട്ടാൽ ഇതിൽ ചാർജ് ഉണ്ട് എങ്കിൽ അതിന് ഡീവിയേഷൻ സംഭവിക്കണം. അല്ലെ? അപ്പൊ എന്തായെന്ന് അറിയാവോ? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ആ ചാർജുള്ള പാർട്ടിക്കിൾസിന് ഡീവിയേഷൻ സംഭവിച്ചു. അതെങ്ങോട്ടെന്ന് അറിയാവോ?
നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങോട്ടാണോ ഡീവിയേറ്റ് ചെയ്യേണ്ടത് അതേ ഡയറക്ഷനിലോട്ടാണ് ഈ ചാർജുള്ള പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ചെയ്തത്, which indicates that the charge of the particles in cathode rays is negative. നെഗറ്റീവ് ആണെന്ന് കൺഫേം ചെയ്യപ്പെട്ടു, ഉറപ്പിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ നാലാമത്തത് മനസ്സിലായി എന്താണ്? Cathode rays are deflected in a magnetic field in a direction expected for negative charges. Okay, മാഗ്നറ്റിക് ഫീൽഡിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ എങ്ങോട്ടാണോ ഡിവിയേറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ട് തന്നെ ഡിവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോപ്പർട്ടി ക്ലിയർ ആയി. അടുത്തത് ഈ കാഥോഡ് റേസിന്റെ വേറൊരു പ്രത്യേകത, അത് നമ്മൾ ആനോഡ് റേസിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ആനോഡ് റേസ് പറയുമ്പോൾ ഈ പ്രത്യേകത ഡീറ്റെയിൽ ആയിട്ട് പറയും. കാഥോഡ് റേസ് ഒരു ഗ്യാസിലേക്ക് കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസിനെ അത് അയണൈസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഗ്യാസിലേക്ക് കൂടിയിട്ട് കാഥോഡ് റേസ് മൂവ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിന് അയണൈസേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അയണൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? അത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അയണൈസേഷൻ ഒക്കെ പിന്നീടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സാണ് അയണൈസേഷൻ. ഇലക്ട്രോണെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് അയണൈസേഷൻ. അതായത് ഇപ്പൊ കാഥോഡ് റേസ് എവിടെ നിന്നല്ല പുറപ്പെടുന്നത്? ഈ ഇലക്ട്രോണിൽ നിന്നാണ് പുറപ്പെടുന്നത്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിൽ നിന്ന് ഈ ചാർജുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ സ്പീഡിൽ വരുമ്പോൾ ഇതിന്റെ അടുത്ത് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഇല്ലേ? പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? ഈ ഗ്യാസ് മോളിക്യൂൾസിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ഏറ്റവും പുറത്തുനിന്നാണ് ഇലക്ട്രോൺ ഉണ്ട്. ഇതൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അന്ന്, ഇത് പിന്നീടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് അറിയാം, ഇത് നമുക്ക് ഇപ്പൊ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാമോ ആറ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് റേസിലെ പാർട്ടിക്കിൾസ് വന്ന് ഇവിടേക്ക് ഇടിക്കുമ്പോൾ ഈ ഇലക്ട്രോണെ പുറത്തേക്ക് തട്ടി തെറിപ്പിക്കും. അപ്പൊ ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് കുറഞ്ഞു, പോസിറ്റീവ് ചാർജ് കൂടി, ആറ്റം അയോണായിട്ട് മാറി. അതിനാണ് അയണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ they travel in a straight line. ഇപ്പൊ പറഞ്ഞ പ്രോപ്പർട്ടി, they ionize the gas through which they pass. എന്താണ്? they ionize the gas through which they pass. they ionize the gas through which they pass. ഓക്കെ, ഇനി വേറൊന്ന്, ലൈറ്റ് ആയിട്ടുള്ള, അതായത് തിന്നായിട്ടുള്ള മെറ്റൽ വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റൽ പെനട്രേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റും, തുളച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഓക്കെ, they can penetrate the thin foils of metal. അതാണ് അടുത്ത പ്രത്യേകത. ഇനി പോകുന്ന വഴിക്ക് കാഥോഡ് റേസ് പോകുന്ന വഴിക്ക് ഈ മെറ്റൽ വെച്ച് കഴിഞ്ഞാൽ ഈ കാഥോഡ് റേസ് അതിനെ തുളച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്ന പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഇതിനെ എടുത്തു നോക്കിയാൽ ഭയങ്കര ചൂടുണ്ടാവും അതിന്. അതായത് അത് പോയിട്ട് ഇടിക്കുന്ന വസ്തുക്കളിൽ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുമുണ്ട്. എന്താണ്? they produce the heating effect on which they collide. Okay, so these are the important properties of cathode rays. അപ്പോൾ ഒന്നുകൂടി പറ, ഒന്നെന്താണ്? they travel in straight ലൈനിലാണ് അവർ സഞ്ചരിക്കുന്നത്. പിന്നെന്താണ്? അവർ സാധാരണ റേസ് അല്ല, അതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, മാസുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അടുത്തത്, ആ പാർട്ടിക്കിൾസ് സാധാരണ മാസ് മാത്രമല്ല, മാസുള്ള വസ്തുക്കളാണെന്ന് മിക്കവാറും ന്യൂട്രലാണ്. കൂടുതൽ പാർട്ടിക്കിൾസ് ഒന്നും ചാർജ് ഉണ്ടാവില്ല. ഇതങ്ങനെയല്ലടോ, ഇതിനെന്തുണ്ട്? ഇതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. These cathode rays consisting of material particles, and that particles has a negative charge. Particles have a charge which is negative in nature. Then അതെങ്ങനെ മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് പ്ലേറ്റിലോട്ട് അത് അട്രാക്ട് ചെയ്യുന്നു. ഇനി അത് നെഗറ്റീവ് ചാർജ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങോട്ടാണോ ഡിഫ്ലക്ട് ചെയ്യേണ്ടത് അങ്ങോട്ട് തന്നെ ഡിഫ്ലക്ട് ചെയ്യും. അടുത്തത്, അത് പോകുന്ന വഴിയിലുള്ള ഏത് മീഡിയത്തിലേക്ക് കൂടിയിട്ടാണ്, ഏത് ഗ്യാസിലേക്ക് കൂടിയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്, ആ ഗ്യാസിനെ അത് അയണൈസ് ചെയ്യുന്നു. അതിന്റെ വഴിക്ക് ഏതെങ്കിലും ഒരു മെറ്റൽ ഫോയിൽ വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റൽ ഫോയിലിനെ അത് പെനട്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? എവിടെ പോയിട്ട് ഇടിച്ചാലും ഇടിക്കുന്ന സ്ഥലത്ത് അതൊരു ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. അപ്പൊ ഇതൊക്കെ ഈ പറയപ്പെട്ട സംഗതികളൊക്കെ കൂടുതലും ഇതിൽ കുറെ കാര്യങ്ങൾ കോക്സ് സ്റ്റഡി ചെയ്തത് തന്നെയാണ്. ഇനി
എന്താണ് ജെ തോംസൺ പ്രത്യേകമായിട്ട് ചെയ്തത്? നമ്മൾ ഇതുവരെ ഇലക്ട്രോൺ എന്നുള്ള സംഗതി പറഞ്ഞിട്ടേ ഇല്ല. നമ്മളിപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ കണ്ട കാഥോഡ് റേസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് മൂവ് ചെയ്യുന്ന കാഥോഡ് റേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിൽ ഇലക്ട്രോൺ ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇലക്ട്രോണിനെ കുറിച്ച് മിണ്ടിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ജെ തോംസൺ പ്രത്യേകമായിട്ട് ചെയ്തൊരു സംഗതിയാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. കേൾക്കണേ. അപ്പൊ ഇതില് ചാർജുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ കൺക്ലൂഷൻ എന്താ അറിയാവോ? കാഥോഡ് റേസിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് നോക്കി ഈ ചിത്രത്തിൽ തന്നെ കാണിക്കാം. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഒന്നിന്റെ ബാക്കിൽ ഇങ്ങനെ പോകുന്നതാണ്. എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മളൊരു റേ ആയിട്ട് കാണുന്നത്. അതേപോലെ ഇവിടെ കുറെ നെഗറ്റീവ് ചാർജുകൾ ബാക്ക് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇതാണ് റേസ് ആയിട്ട് കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ചാർജ് ഉണ്ട് എന്ന് മനസ്സിലായി. ചാർജിന് നമുക്ക് ഇങ്ങനെ വിളിക്കാം, ക്യൂ എന്ന് വിളിക്കാം. ചാർജ് ക്യൂ. കേൾക്കണേ, ചാർജ് ക്യൂ. ഇതിന് മാസ് ഉണ്ട് എന്ന് മനസ്സിലായി. ആ മാസിന് എം എന്ന് വിളിക്കാം. ഈ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ മനസ്സിലാക്കണേ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതിൽ ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ ചാർജ് ക്യൂ. പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിന്റെ മാസ് ഉണ്ട്, ആ മാസ് എം. ഈ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ, ക്യൂ/എം റേഷ്യോ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ആർക്ക്? ജെ തോംസന് സാധിച്ചു. അത് കണ്ടുപിടിക്കാൻ തോംസൺ എന്താണ് ചെയ്തത് നോക്കോ. ഇത് കണ്ടുപിടിക്കാൻ തോംസൺ എന്താണ് ചെയ്തത്? തോംസൺ ഈ ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. അദ്ദേഹം വരുത്തിയ മോഡിഫിക്കേഷൻ നോക്കോ. ഇതേപോലെ ഇതുവരെ നേരത്തെയുള്ള ഗ്ലാസ് ട്യൂബ് പോലെ തന്നെ പിന്നെ ഇതിന്റെ ഈ ഭാഗം കുറച്ച് വലുതാക്കി ഇങ്ങനെ ഒരു ഡിസ്ചാർജ് ട്യൂബ് അദ്ദേഹം ഡിസൈൻ ചെയ്തു. ഇവിടെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആക്കി മാറ്റി. അതായത് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് ഇവിടെ കോട്ട് ചെയ്തു. അതായത് എന്തെങ്കിലും റേസ് വന്നിട്ട് ഇടിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇടിക്കുമ്പോൾ ഇവിടെ ഒരു ഷൈനിങ് ഇഫക്റ്റ് ഉണ്ടാവും, ഇവിടെ വന്നിട്ട് ഇടിക്കുമ്പോൾ അവിടെ ഒരു ഷൈനിങ് ഇഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും വന്നിട്ട് ഇടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് കോട്ട് ചെയ്ത ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചു. കാഥോഡ് ആനോഡ് എവിടെയാണ് വെച്ചത് നോക്കോ. കാഥോഡ് ഇവിടെ വെച്ചു, ആനോഡ് ഇവിടെ വെച്ചു. ആ ആനോഡ് നേരെ പറഞ്ഞോ, ആ ആനോഡിന്റെ നടുക്കൊരു ഹോൾ ഉണ്ട്. ആനോഡിന്റെ നടുവിലൊരു ഹോൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സംഗതി ഇതൊരു പ്ലേറ്റ് ആണ്, സർക്കുലർ ഷേപ്പിലുള്ള പ്ലേറ്റ് വെച്ചാൽ മതി. ഇത് കാഥോഡ്, ഇത് ആനോഡ്, ഇതിന്റെ നടുവിലൊരു ഹോൾ ഉണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാവോ, ഈ വഴിക്ക് പോകുന്ന റേസോ ഈ ഹോളിലെ കുടിച്ച് അങ്ങോട്ട് പോകും, ബാക്കിയൊന്നും അങ്ങോട്ട് പോവില്ല. ബാക്കിയുള്ളവരോട് വന്നിട്ട് തട്ടും, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. അതേസമയം ഈ ഡയറക്ഷനിൽ വരുന്നത് ഈ ഹോളിലെ കൂടിയിട്ട് അപ്പുറത്തേക്ക് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ദി കാഥോഡ് ആൻഡ് ദിസ് ഈസ് ദി ആനോഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യണമല്ലോ. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ട മക്കളെ വേണം. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എടുത്ത് കേൾക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എടുത്ത് എന്നിട്ട് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. എന്ന് സംഭവിക്കും, നേരത്തെ സംഭവിച്ച പോലെ തന്നെ കാഥോഡ് റേസ് എമിറ്റ് ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ട്? കാഥോഡ് റേസ് എവിടെ നിന്ന് എങ്ങോട്ട് എമിറ്റ് ചെയ്യും? കാഥോഡ് റേസ് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പോകും. അപ്പൊ അതിൽ ഈ ഡയറക്ഷനിൽ പോകുന്ന കാഥോഡ് റേ എന്ത് ചെയ്യും? ആ ഹോളിലേക്ക് കൂടി പോകും. ആ ഹോളിലേക്ക് കൂടി പോയിട്ട് ഇതിങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇടിക്കും. സ്ട്രൈറ്റ് ലൈനിൽ വന്നിട്ട് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇടിക്കും. അപ്പൊ അവിടെ ഒരു ഷൈനിങ് ഉണ്ടായി. ആ ഷൈനിങ് ഉണ്ടാകുന്ന പോയിന്റിനെ എ എന്ന് വിളിച്ചു. അത് സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ നേരെയുള്ള പോയിന്റിൽ അവിടെ ഒരു ഷൈനിങ് കണ്ടു. ഇനി കേൾക്കണം, ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാവോ? ഇനി അദ്ദേഹം ചെയ്തത്, അപ്പൊ ഇത് ആ ഹോളിലേക്ക് കൂടി കടന്നു പോകുന്ന കാഥോഡിലെ സഞ്ചരിക്കുന്ന ട്രാവൽ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ പാത്താണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഷൈനിങ് ഉണ്ടായി. ഇനി അദ്ദേഹം ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഈ പോകുന്ന വഴിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു.
ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡായി. അപ്പൊ എന്തായെന്ന് അറിയാവുക, ഇവിടെ കണ്ട സ്പോട്ട് നേരെ കേൾക്കണം, ഇവിടെ കണ്ട സ്പോട്ട് നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ സ്പോട്ട് കാണില്ല, പിന്നെ സ്പോട്ട് കാണുന്നത് ഇവിടെയാണ്. അതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഇതിന്റെ പുറത്തേക്ക് വരുന്ന കാഥോഡ് റേസ് ഇതിനെ പുറത്ത് വെച്ചിട്ട് ഇത് വരെ സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ ഇടയിലെ കൂടി പോകുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിനാൽ അട്രാക്ട് ചെയ്യപ്പെട്ടിട്ട് പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് ചെരിയുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് സ്പോട്ട് ഉണ്ടാക്കുന്നു. ആ സ്പോട്ടിനെ ബി എന്ന് വിളിച്ചു. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡിനെ ക്യാപിറ്റൽ ഇ എന്ന് വിളിക്കാം. എത്ര ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാൻ പറ്റും, എത്ര ഫീൽഡ് അപ്ലൈ ചെയ്തു എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും, അതിനെ ഇ എന്ന് വിളിക്കാം. ഇ എന്ന ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ബി എന്ന പോയിന്റിലാണ് എന്ത് കണ്ടത്, ഷൈനിങ് കണ്ടത്. ഇനി ഇത് ഓഫ് ആക്കി, ഇത് ഓഫ് ചെയ്തു. ഇവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട് വിചാരിക്കുക, ഈ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പൊ എന്താണെന്ന് അറിയാമോ, ആ ബി എന്ന പോയിന്റിൽ നിന്ന് നേരെ എ എന്ന പോയിന്റിൽ ഷൈനിങ് ഉണ്ടായി. കാരണം എന്താ, ഡീവിയേഷൻ ഇല്ല. ഇനിയാണ് ചെയ്തത്, ഇനി വേറെ സംഗതി ചെയ്തു. ഇതെന്താ ചെയ്തതെന്ന് അറിയാവോ, ഈ പോകുന്ന വഴിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഒഴിവാക്കി, അതായത് സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് ഇതാ ഇതിന്റെ ഇടക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ട്യൂബ് എന്ന് വിചാരിക്കാം, ഇതാണ് ട്യൂബ് എന്ന് വിചാരിക്കാം. അത് അവിടെ ഒരു യു ഷേപ്പിലുള്ള മാഗ്നറ്റ് ഇങ്ങനെ വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ അതിങ്ങനെ തൽക്കാലം ഇങ്ങനെ കാണിക്കുന്നു. ഇതാണ് ആ മാഗ്നറ്റ്. ഓക്കെ, അതിന്റെ നോർത്ത്, അതിന്റെ സൗത്ത്. ഇപ്പൊ ആരില്ല, ഇലക്ട്രിക് ഫീൽഡ് വിഡ്രോ ചെയ്തു. അപ്പൊ ഉണ്ടല്ലോ, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയാം, സ്പോട്ട് നേരെ ഇവിടെ കണ്ടു. ബിയിലല്ല എയിലല്ല, സ്പോട്ട് ഇവിടെയാണ് കണ്ടത്. മീനിങ് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കാഥോഡ് റേസ്, അതായത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിന്റെ റേസ് ഈ മാഗ്നറ്റിക് ഫീൽഡിനാൽ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഇവിടേക്ക് ഡിഫ്ലക്ഷൻ സംഭവിച്ചത് ഇവിടേക്ക് എത്തി. ആ പോയിന്റ് നമുക്ക് സി എന്ന് വിളിക്കാം. ഏകദേശം ഒരു സർക്കുലർ പാത്ത് ഇങ്ങനെ ട്രേസിംഗ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ സ്ക്രീൻ ഉണ്ട്, അവിടെ വന്നിട്ട് ഇടിച്ചു. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയാണ് സ്പോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയാണ് സ്പോട്ട്. അതേസമയം ഫീൽഡ് ഒന്നും ഇല്ല എങ്കിൽ ഇവിടെയാണ് സ്പോട്ട്. ഓക്കെ, അപ്ലൈ ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കാം. അത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും, ഫീൽഡ് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ ഇതെന്താണെന്ന് അറിയാവോ, ഇനി യു ഷേപ്പിലുള്ള മാഗ്നറ്റിന്റെ വേണമെന്നില്ലാവേ. ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടല്ലോ, ഇലക്ട്രോ മാഗ്നറ്റ് കറന്റ് കടത്തി വിടുമ്പോൾ ഏതൊരു കണ്ടക്ടർ മാഗ്നറ്റ് ആണല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, കറന്റ് പാസ് ചെയ്യുമ്പോൾ ഏത് കണ്ടക്ടർ മാഗ്നറ്റ് ആണ്. അപ്പോൾ അങ്ങനെ കറന്റ് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കറന്റ് പാസ് ചെയ്തിട്ട് മാഗ്നറ്റ് ആക്കി മാറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചാലും മതി. അതിന്റെ ഗുണം എന്താ, കറന്റിന്റെ അളവ് മാറ്റുമ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് മാറുമല്ലോ. കറന്റ് കൂടുന്തോറും സ്ട്രോങ് മാഗ്നറ്റ് ആവും, കറന്റ് കുറയുന്തോറും വീക്ക് മാഗ്നറ്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള മാഗ്നറ്റ് വെച്ചാൽ വളരെ നല്ലത്. ഇനി എന്താണ് ചെയ്തതെന്ന് ഇത്രയും ക്ലിയർ ആയാലും ഡൗട്ടില്ലല്ലോ. ഇനി അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്ട്രെങ്ത് ഒന്ന് വേരി ചെയ്യിപ്പിച്ചു, കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്തു. പല പ്രാവശ്യം പല വാല്യൂസ് വെച്ചു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇ വാല്യൂ അതേപോലെ പെർട്ടിക്കുലർ എച്ച് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഇന്റെ വാല്യൂ എച്ചിന്റെ വാല്യൂ വേരി ചെയ്ത് രണ്ടും ഒരേ സമയം അപ്ലൈ ചെയ്യുന്നു. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തു, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തു. ഇനി രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. എങ്ങനെ, ഇന്റെ വാല്യൂ എച്ചിന്റെ വാല്യൂ വേരി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇ വാല്യൂവും അതേപോലെ എച്ച് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ ആ എമിറ്റ് ചെയ്യപ്പെടുന്ന കാഥോഡ് റേസ് ഉണ്ടല്ലോ, അതിന് യാതൊരു ഡീവിയേഷനും സംഭവിക്കാതെ അത് എയിൽ വന്നിട്ട് ഇടിച്ചു. ഒന്നുകൂടി പറയുന്നു, ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെയാണ് സ്പോട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, സൈമൾട്ടേനിയസ് ആയിട്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അതിൽ
ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാകുമ്പോൾ ഇങ്ങോട്ട് ചെരിയുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാകുമ്പോൾ ഇങ്ങോട്ട് ചെരിയുന്നു. അങ്ങനെ രണ്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്രത്യേക വാല്യൂലേക്ക് എത്തുമ്പോൾ ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് അടുത്ത വർഷം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യപ്പെട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ചാർജുള്ള പാർട്ടിക്കിളിന് ഡീവിയേഷൻ സംഭവിക്കാതെ പോകുന്നുണ്ടെങ്കിൽ, രണ്ട് ഫീൽഡ് കൊണ്ട് ചാർജിന് ഡീവിയേഷൻ ഇല്ല എങ്കിൽ അവിടെ ആ ചാർജിന്റെ ചാർജും ആ ചാർജുള്ള പാർട്ടിക്കിളിന്റെ ചാർജും അതിന്റെ മാസും തമ്മിലുള്ള റേഷ്യോ ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ക്വയർ ഇൻറ്റു ആർ ഇതിന് ഈക്വൽ ആയിരിക്കും. എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. എച്ച് എന്നാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. ആർ അറിയില്ല. ആർ എന്ന് വെച്ചെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സർക്കുലർ പാത്ത് ട്രേസ് ചെയ്യുവാണെങ്കിൽ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് ആർ. അപ്പൊ എന്തായി, ഈന്റെ വാല്യൂ നമുക്കറിയാം, എച്ചിന്റെ വാല്യൂ അറിയാം, റേഡിയസ് അറിയാം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? Q/mന്റെ വാല്യൂ കിട്ടും. ആ Q/mന്റെ വാല്യൂ എത്രയെന്ന് അറിയാമോ അദ്ദേഹത്തിന് കിട്ടിയത്? ആ Q/mന്റെ വാല്യൂ അദ്ദേഹത്തിന് കിട്ടിയത് 1.76 into 10⁸ കൂളം പെർ ഗ്രാം, which is 1.76 into 10⁻11 കൂളം പെർ കിലോഗ്രാം. ഇതാണ് ഈ Q/mന്റെ വാല്യൂ കിട്ടിയത്. ചാർജ് ടു മാസ് റേഷ്യോ കിട്ടിയത് ഇത്രയാണ്. ആർക്ക്? J.J. തോംസൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾ ഉണ്ട്, അതിന് ചാർജ് ഉണ്ടെന്ന് മനസ്സിലായി. ആ ചാർജുള്ള പാർട്ടിക്കിളിന്റെ ചാർജ് മാസും തമ്മിലുള്ള റേഷ്യോ അദ്ദേഹം കണ്ടെത്തി ഈ എക്സ്പെരിമെന്റ്. ഇതാര് ചെയ്തിട്ടില്ല? ഇത് പഴയ ആൾക്കാർ വില്യം ക്രോക്സ്, ജൂലിയസ് ഫ്ലക്കർ ഒന്നും ഇത് ചെയ്തിട്ടില്ല. അപ്പൊ ചാർജുള്ള പാർട്ടിക്കിൾസിന്റെ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനിയാണ് അദ്ദേഹത്തിന് കാര്യപ്പെട്ട പോയിന്റിലേക്ക് വരുന്നത്. അറിയാമോ? നേരെ കേൾക്കണം. ഇതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് മാറ്റി, നേരത്തെ എടുത്ത ഗ്യാസ് മാറ്റി വേറൊരു ഗ്യാസ് വെച്ചു. എന്നിട്ട് ഇതേ പരീക്ഷണം ചെയ്തിട്ട് അവിടെ Q/m റേഷ്യോ കണ്ടെത്തി. അപ്പോഴും കിട്ടിയ വാല്യൂ ഇത് തന്നെ. നേരത്തെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് എടുത്തത് വിചാരിക്കുക, അപ്പൊ കിട്ടിയ വാല്യൂ ഇത്. പിന്നെ നൈട്രജൻ ഗ്യാസ് എടുത്തു, അപ്പോഴും കിട്ടിയ വാല്യൂ ഇത് തന്നെ. മീനിങ് എന്താ? ഹൈഡ്രജനിലും നൈട്രജനിലും ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്. അത് രണ്ടും ഒരേപോലത്തെ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണ് എങ്കിലല്ലേ അങ്ങനെ കിട്ടത്തുള്ളൂ. ഹൈഡ്രജനിലുള്ള നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഏതാണോ അത് തന്നെയാണ് നൈട്രജനിലുള്ളത്. ഹൈഡ്രജനിലുള്ള നെഗറ്റീവ് ചാർജിന്റെ മാസ് എത്രയാണോ അത് തന്നെയാണ് നൈട്രജനിലുള്ള നെഗറ്റീവ് ചാർജിന്റെ മാസ്. വേറെയും മാറ്റി. ഓക്സിജൻ എടുത്തു, അപ്പോഴും അത് തന്നെ കിട്ടി. ഫ്ലൂറിൻ എടുത്തു, അപ്പോഴും അത് തന്നെ കിട്ടി. പിന്നെ നിയോൺ ഗ്യാസ് എടുത്ത്, ഹീലിയം ഗ്യാസ് എടുത്ത്, പല ഗ്യാസുകൾ എടുത്ത് മാറ്റി നോക്കി, എപ്പോഴും കിട്ടുന്നത് Q/mന്റെ വാല്യൂ ഇത് തന്നെയാണ്. അതായത് ഗ്യാസ് മാറുന്നതനുസരിച്ചിട്ട് Q/m വാല്യൂ മാറുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് എന്താ? എല്ലാ ഗ്യാസിലും ആ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ ചാർജും അതിന്റെ മാസും സെയിം ആണ്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാവോ? ഇലക്ട്രോഡുകൾ മാറ്റി. കോപ്പർ വെച്ചു, സിങ്ക് വെച്ചു, അയൺ വെച്ചു, പലതും ഇങ്ങനെ മാറ്റി വെച്ചപ്പോഴും അപ്പോഴും കിട്ടിയത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇലക്ട്രോഡ് മാറുമ്പോഴും ഗ്യാസ് മാറുമ്പോഴും Q/m വാല്യൂ മാറുന്നില്ല എന്ന് പറഞ്ഞാല് എവിടെ നിന്നാണോ ഈ ചാർജ് ഉണ്ടായത് ആ ചാർജ് എല്ലാത്തിലുണ്ട്. ഏത് ഗ്യാസ് എടുത്താലും അതിലെല്ലാം ഈ ചാർജ് ഉണ്ട്, ഏത് ഇലക്ട്രോഡ് എടുത്താലും അതിലെല്ലാം ഈ ചാർജ് ഉണ്ട്. ആ ചാർജിന് സിമിലർ ആണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ചാർജാണ് ഇത്. ആ ചാർജിന് അദ്ദേഹം വിളിച്ച പേരാണ് ഇലക്ട്രോൺ. സോ ഇലക്ട്രോൺ എന്നുള്ള നാമകരണം ചെയ്തത് ഇദ്ദേഹമാണ്. മനസ്സിലായോ? ആ ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഇ ആണ്. ഇലക്ട്രോണിന്റെ ചാർജിനെ ഇ എന്ന് സൂചിപ്പിക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ കണ്ടുപിടിച്ചത് അപ്പൊ എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ ആണ്. അപ്പൊ അതിന് E/m റേഷ്യോ എന്ന് വിളിക്കാം. ഇലക്ട്രോൺ ആണെങ്കിൽ Q എന്താണ്? E ആണ്. So E/m ratio of electron is given by 1.76 into 10⁸. അതിന് വേറെ പേരാണ് സ്പെസിഫിക് ചാർജ് റേഷ്യോ എന്നും പറയും. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോൺ എന്നുള്ള സംഗതിനെ കണ്ടുപിടിച്ചത്. അല്ലാതെ ഇലക്ട്രോൺ എന്ന സാധനത്തിനെ കണ്ടുപിടിച്ചത് അല്ലാതെ ഇലക്ട്രോൺ കണ്ടിട്ടല്ല. ഇലക്ട്രോൺ പോകുന്നു എന്ന് നോക്കിയിട്ട് കണ്ടെത്തിയതല്ല.
ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന് ഏറ്റവും പ്ലസ് പോയിന്റ് എന്നാണ് അവരൊന്നും ചെയ്യാത്തത്. പല ഗ്യാസുകൾ എടുത്തിട്ട് പല ഇലക്ട്രോഡുകൾ എടുത്തിട്ട് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം E/M വാല്യൂ സെയിം ആയിട്ട് കണ്ടു. സോ എല്ലാത്തിലും ഉള്ളതാണ് ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ എന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ്, ദീസ് നെഗറ്റീവ് ചാർജസ് ആർ ദി ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് എവറി മാറ്റർ ആൻഡ് ദാറ്റ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഇസ് കോൾഡ് ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? അപ്പൊ ഇലക്ട്രോണിന്റെ E/M റേഷ്യോ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ആര്? J.J. തോംസൺ ആണ്. ഓക്കെ, ഇനി ഇതേ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഇലക്ട്രോൺ കണ്ടുപിടിച്ചതിന് ശേഷം റോബർട്ട് മില്ലിക്കൺ, ആര്? റോബർട്ട് മില്ലിക്കൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, റോബർട്ട് മില്ലിക്കൺ ഈ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് കണ്ടെത്തി. ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത് എന്താണ്? ഇയും എമ്മും തമ്മിലുള്ള റേഷ്യോ. ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? 1.76 × 10⁸ കൂളം പെർ കിലോഗ്രാം. സോറി, കൂളം പെർ ഗ്രാം ഓർ 10⁻11 കൂളം പെർ കിലോഗ്രാം. അപ്പൊ ചാർജ് എത്രയാണ് മാസ് എത്രയാണെന്ന് വേറെ അറിയുന്നില്ല. ചാർജ് മാസ് തമ്മിലുള്ള റേഷ്യോ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോ റോബർട്ട് മില്ലിക്കണ്ണാണ് ആ സമയത്ത് ഇലക്ട്രോണിന്റെ ചാർജ് പ്രത്യേകമായിട്ട് കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റ് നമ്മൾ പറയുന്നില്ല, പേര് മാത്രമേ പറയുന്നുള്ളൂ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. സോ മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് കണ്ടെത്തി. ആ ചാർജ് എത്രയെന്ന് അറിയാവോ? 1.6 × 10⁻19 കൂളം. ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളം. ഇത് ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് എന്ന് കൊടുക്കുന്നു. സോ ഇലക്ട്രോണിന്റെ ചാർജ് -1.6 × 10⁻19 കൂളം. 1.6 × 10⁻19 എന്നത് മാഗ്നിറ്റ്യൂഡ്, ഇത് അതിന്റെ സൈൻ, നെഗറ്റീവ് ചാർജ് എന്നത് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായി? E/M റേഷ്യോ അറിയാം, ചാർജും അറിയാം. അങ്ങനെയാണെങ്കിൽ മാസ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? E/M/E. ഓക്കെ, സോറി, E/M എന്തായി? കട്ട് 1/1/M which is M. മാസ് കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1.6 × 10⁻19 divided by 1.76 × 10⁻11. ചെയ്തപ്പോൾ കിട്ടുന്ന എത്ര അറിയാവോ? 9.1 × 10⁻31 കിലോഗ്രാം. ഇത്രയും ചെറിയ മാസാണ് ഇലക്ട്രോണിന്റെ മാസ്. മറക്കരുത്, ഇത് ഈ ചാർജും ഈ മാസും ഒരിക്കലും മറക്കരുത്. E/M അങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നില്ല പ്രോബ്ലത്തിൽ. പക്ഷെ ഇതും ചാർജും മാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോണിന്റെ കേസിൽ പറയാനുള്ളത്. എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, അതിൽ നിന്നും കണ്ടുപിടിക്കപ്പെട്ട കാഥോഡ് റേസിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് എന്താണ്, അതിൽ നിന്നും എങ്ങനെയാണ് E/M റേഷ്യോ കണ്ടെത്തിയത്, E/M റേഷ്യോന്റെ വാല്യൂ റോബർട്ട് മില്ലിക്കണ്ണാണ് ചാർജ് കണ്ടുപിടിച്ചത്, ചാർജിൽ നിന്ന് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കേണ്ട വാല്യൂസ്: E/M 1.76 × 10⁸8 കൂളം പെർ ഗ്രാം, 1.76 × 10⁻11 കൂളം പെർ കിലോഗ്രാം. ചാർജ് എത്രയാണ്? 1.6 × 10⁻19 കൂളം. മാസ് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ ആനോഡ് റേസിനെ കുറിച്ചിട്ട് പറയും. ഓക്കെ.